ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സ്കൂൾ ബാഗ് പാക്ക് ചെയ്യലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ബാഗും സാധനങ്ങളും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതൊക്കെ ബാഗിലേക്ക് എടുത്ത് വെക്കണം. പിന്നെ യൂണിഫോമും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കണം. ഇന്ന് രാത്രി അത് അയൺ ചെയ്ത് വെക്കണം. കാരണം ഫസ്റ്റ് ദിവസം പോകുന്ന കാരണം ഭയങ്കര തിക്കും തിരക്കൊക്കെ ആയിരിക്കും. എനിക്ക് പിന്നെ ബസ്സിൻ്റെ സമയം അറിയില്ല, ഞാൻ ലൈൻ ബസ്സിലാണ് പോണത്. അപ്പോൾ എനിക്ക് അതൊന്നും അറിയില്ല. അപ്പോൾ അത് കാരണം എന്തായാലും ലേറ്റ് ആവും. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഒതുക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ മിസ് ചെയ്യാണ്ട് കാണാം. അപ്പോൾ ഇതാണ് എൻ്റെ ബാഗ് വന്നിട്ട് ഒരു ബ്ലാക്ക് കളർ ജെന്നിയുടെ ബാഗാണ്. ഫ്രണ്ടിൽ മാത്രം ഈ ഒരു പാറ്റേൺ വരുന്നുണ്ട്. ഫുൾ ഹാർട്ട്സ് ആയിട്ട് 3 സിബ്ബാണ് വരുന്നത്. ആ 3 സിബിൽ 2 സിബിൻ്റെ ഇതിൽ സെപ്പറേഷൻ വരുന്നുണ്ട്. പിന്നെ നമുക്കിതിൽ സാധനങ്ങൾ ഓരോന്നായിട്ട് വെക്കാം. അങ്ങനെ ഈ ഒരു അക്കാദമിക് ഇയറിൽ ഞാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പോയിട്ട് കണ്ടോട്ടാ. അല്ലെങ്കിൽ ഞാൻ ഈ വീഡിയോയിലും കാണിക്കുന്നതായിരിക്കും. എന്തായാലും നിങ്ങൾ ആ വീഡിയോ കാണുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാൻ എടുത്തു വയ്ക്കാൻ പോകുന്നത് എൻ്റെ പെൻസിൽ കേസാണ്. ഞാൻ ആ കവറിൽ നിന്ന് ഇതുവരെ മാറ്റിയിട്ടില്ല കേട്ടോ. ഫുൾ സാധനങ്ങൾ ഈ ഒരു കവറിൽ തന്നെയാണുള്ളത്. അപ്പോൾ വാട്ടർ ബോട്ടിലും ലഞ്ച് ബോക്സൊക്കെ നാളെയാണ് എടുത്തു വയ്ക്കേണ്ടത്. അപ്പോൾ ഇന്ന് എടുത്തു വയ്ക്കാൻ പറ്റുന്ന സാധനങ്ങൾ ഞാൻ മാക്സിമം ഇന്ന് തന്നെ എടുത്തു വയ്ക്കും. മറ്റതൊക്കെ പിന്നെ നാളെ ഫുഡൊക്കെ നാളെ റെഡി ആയിട്ടല്ലേ വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതല്ലാത്ത സാധനങ്ങളൊക്കെ എന്തായാലും ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. അങ്ങനെ ഞാൻ ഈ പൗച്ചും സാധനങ്ങളൊക്കെ കയ്യിലെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ ഞാൻ ഈ പൗച്ചിലാക്കുന്നത് ബാക്ക് ക്യാമറ വെച്ചിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇത് വന്നിട്ടാണ് എൻ്റെ പൗച്ച്. ഇത് ഞാൻ ആ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇതുപോലത്തെ 2 സിബ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സിബിലാണ് ഞാൻ മെയിനായിട്ടും ഓരോന്ന് വെക്കുന്നത്. ഫസ്റ്റ് ഞാൻ എൻ്റെ ഷാർപ്പനർ വെച്ചു. പിന്നെ ലെക്സിയുടെ ബ്ലൂ പെന്നില്ലേ, അത് വലിയ പാക്കറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ വെച്ചത്. പിന്നെ ലെക്സിയുടെ തന്നെ ബ്ലാക്ക് പെൻ, അത് ഈ അണ്ടർലൈനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ എപ്സറയുടെ പെൻസിൽ, പിന്നെ അതുപോലെ ഒരു സ്കെയിലും വെച്ച് ഞാൻ അത്ര ആയിട്ട് അതിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് ഞാൻ എടുത്തത് ഹൈലൈറ്റേഴ്സ് ആയിരുന്നു. 2 കളർ ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. ഒരെണ്ണമാണ് ഞാൻ സ്കൂളിലേക്ക് മെയിനായിട്ട് കൊണ്ടുപോകുന്നത്, ഒരെണ്ണം ഞാൻ വീട്ടിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. വേറെ 2 കളേഴ്സ് ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ ഇത് 2 മാത്രമാണ് എടുത്തത്. അപ്പോൾ എൻ്റെ പൗച്ച് പാക്കിങ് കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ. ഞാൻ പൗച്ചിൽ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് എനിക്ക് ഇത്ര സാധനങ്ങൾ മതി. പിന്നെ എനിക്ക് ആവശ്യം അനുസരിച്ചിട്ടാണ് ഞാൻ ഓരോന്ന് ഇതിനകത്തേക്ക് കുത്തി കയറ്റാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അങ്ങനെ പെൻസിൽ കേസ് പാക്ക് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് ഞാൻ എൻ്റെ ബാഗാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതാണ് എൻ്റെ ബാഗ്. ഇതിനകത്ത് ഞാൻ ക്യൂട്ടായിട്ടുള്ള ഒരു കീ ചെയിൻ ഹാങ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഏഞ്ചലാണ് കേട്ടോ. നല്ല രസമുണ്ട്. ഫസ്റ്റത്തെ സിബിൽ തന്നെയാണ് അത് ഹാങ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഞാൻ ഇതിൻ്റെ ഓരോ സിബും തുറന്ന് കാണിച്ചു തരാം. ഇതാണ് ഫസ്റ്റത്തെ സിബ്. തുറക്കുമ്പോൾ ഇതുപോലത്തെ 4-5 കമ്പാർട്ട്മെൻറ്റ്സ് ഇങ്ങനെ വരുന്നുണ്ട്, ഇങ്ങനെ സെപ്പറേഷൻസ് വരുന്നുണ്ട്. അപ്പോൾ ഓരോന്നും നമുക്ക് അതിനകത്ത് കൃത്യമായിട്ട് വെക്കാൻ വേണ്ടി പറ്റും. ഇത് സെക്കൻഡ് സിബാണ്. ഇതിനകത്ത് ഞാൻ വാട്ടർ ബോട്ടിലും ലഞ്ച് ബോക്സാണ് വെക്കാറുള്ളത്. ആൻഡ് തേർഡിലാണ് നമ്മുടെ ബുക്സ് വെക്കാറുള്ളത്. നോട്ട് ബുക്സ് ഇതിലും ടെക്സ്റ്റ് ബുക്ക് ഞാൻ ആ ബാക്കിലത്തേലുമാണ് വെക്കാറുള്ളത്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ബാഗിൻ്റെ ഇത്. ഇതിൻ്റെ സൈഡിൽ ഞാൻ കുടയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കാനായിട്ട് ഉള്ള ഒരു സൈഡിലേ ഉള്ളൂ കേട്ടോ, അപ്പുറത്തെ സൈഡിലില്ല അത്. അങ്ങനെ ഞാൻ പാക്ക് ചെയ്ത് നമ്മുടെ പെൻസിൽ കേസ് ഞാൻ ബാഗിൻ്റെ അകത്ത് വെക്കാൻ വേണ്ടി പോവുകയാണ്. ബാഗിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞോളൂ ഇങ്ങനത്തെ സെപ്പറേറ്റേഴ്സ് ഉണ്ടെന്ന്. അപ്പോൾ ഞാൻ ബാഗിലത്തെ ഫസ്റ്റത്തെ ഒരു സെപ്പറേറ്ററിൽ ആ ഒരു പൗച്ച് വെച്ച് കൊടുത്തു. ബാക്കി 2 വേറെ സെപ്പറേറ്റേഴ്സ് ഉണ്ട്. അതിനകത്തുള്ള സാധനങ്ങൾ ഞാൻ വഴിയെ വെക്കുന്നതായിരിക്കും. പിന്നെ ഞാൻ ഫസ്റ്റ് ഡേ ഒക്കെ ആയതുകൊണ്ടാണ് ഇങ്ങനെ വെക്കുന്നത്. കൂടുതലും പൗച്ച് അതിൽ തന്നെയാണ് വെക്കാറുള്ളത്. ബാക്കി പിന്നെ എടുത്തൊക്കെ വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോവും. ഇതിപ്പോൾ ഞാൻ ഫസ്റ്റ് ഡേ കാരണം ഞാൻ ഏത് ബുക്കൊന്നും കൊണ്ടുപോകുന്നില്ല, ഒരു റഫ് ബുക്ക് പോലത്തെ കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ റെക്കോർഡ് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ റെക്കോർഡുകളാണിത്. സുവോളജി, കെമിസ്ട്രി, ഇത് പിന്നെ ബോട്ടണി കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ഇതിന് കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ സെക്കൻഡ് ഡേ ഞാൻ വീണ്ടും റെക്കോർഡ് ചുമന്ന് കൊണ്ടുപോകണ്ടല്ലോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഡേ തന്നെ കൊണ്ടുപോയിട്ട് സബ്മിറ്റ് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ അതൊക്കെയാണ് റെക്കോർഡുകൾ വന്നിട്ട്. 3 റെക്കോർഡേ ഉള്ളൂ. പിന്നെ കൂടെ തന്നെ ഞാനൊരു റഫ് ബുക്കും കൂടെ തന്നെ കൂടെ വെക്കുന്നുണ്ട്. എന്തെങ്കിലും പറയുകയാണെങ്കിൽ എടുക്കില്ല എന്ന് വിചാരിക്കണമൊന്നും, എന്തെങ്കിലും ഇപ്പോൾ അഥവാ എടുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ ആ 3 റെക്കോർഡും ഫസ്റ്റത്തെ ആ ഒരു സിബിനകത്ത് വെച്ച് കൊടുത്തു. ബാക്കിലത്തെ ആ ഒരു സെപ്പറേറ്ററിൽ ഇപ്പോൾ ഞാനൊന്നും വെക്കുന്നില്ല, അത് ഞാൻ ടെക്സ്റ്റ് ബുക്കൊക്കെ വെക്കുന്നതാണ്. അത് നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ടെക്സ്റ്റ് ബുക്കൊക്കെ ആയിട്ട് വെച്ച് കൊണ്ടുപോകും. അടുത്തത് സ്കിപ്പ് ചെയ്യാൻ പറ്റാത്തൊരു സംഭവമാണ്, വേറെ ഒന്നല്ല കുട. നമ്മൾ ബുക്ക് കൊണ്ടുപോകാൻ മറന്നില്ലെങ്കിൽ കുട കൊണ്ടുപോകാനായിട്ട് ഈ സമയത്ത് മറന്നു കഴിഞ്ഞാൽ പണി നല്ലോണം കിട്ടും. സാധാരണ ഞാൻ ഈ കുട മറക്കാറുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ നേരത്തെ തന്നെ അത് ഞാൻ എടുത്തു വെച്ചു. ഇത് ഈ ഒരു പ്ലാസ്റ്റിക് കവർ എന്ന് പറയുന്നത് മഴ നനഞ്ഞ കുട നമുക്ക് ഇതിനകത്ത് ആക്കിയിട്ട് ബാഗിൽ വെക്കാൻ പറ്റും. ഈ കവർ എടുത്തില്ല എന്നുണ്ടെങ്കിൽ നനഞ്ഞ കുടയോട് കൂടി തന്നെ ബാഗിൽ വെക്കുമ്പോൾ ബാഗിലെ ബാക്കി സാധനങ്ങൾ കൂടെ നനയും. അപ്പോൾ അത് കാരണമാണ് ഞാൻ ഈ പ്ലാസ്റ്റിക് കവർ എടുത്തിട്ടുള്ളത്. ഇതൊക്കെ എല്ലാവരും എടുക്കുന്നത് തന്നെയാണ്, എല്ലാവർക്കും അറിയാം. എന്നാലും മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് കാണിച്ചത്. അങ്ങനെ കുട പെട്ടെന്ന് എടുക്കാനായിട്ട് ഞാൻ ഫസ്റ്റത്തെ സിബിൽ തന്നെ കേട്ടോ നമ്മുടെ കുടേനെ വെച്ചിട്ടുണ്ടായിരുന്നത്. അത് ഏറ്റവും അടിയിലേക്ക് ഇങ്ങനെ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കവർ ഞാൻ എന്നിട്ട് വേറൊരു ഇതിലാണ് വെച്ചത്, കവറും അതിൽ തന്നെ വെച്ചില്ല. അടുത്തത് ഞങ്ങൾ +1 അല്ലെങ്കിൽ +2 സ്റ്റുഡൻസിന് ഇത് എടുത്തില്ലെങ്കിൽ പണി പാളും. വേറെ ഒന്നല്ല, കാൽക്കുലേറ്ററാണ്. കാരണം അല്ലെങ്കിൽ തന്നെ കണക്ക് കിട്ടുന്നില്ല. ഇതുള്ളതുകൊണ്ടൊക്കെയാണ് കുറച്ചെങ്കിലൊക്കെ പിടിച്ച് നിൽക്കുന്നത്. ഈ കാസിയോടെ തന്നെ 81 മോഡൽ, 99 മോഡൽ, അങ്ങനെ കുറേ മോഡലുകൾ ഉണ്ട് കേട്ടോ ഇതിൽ തന്നെ. അപ്പോൾ ഞാനിപ്പോൾ 99 എന്തോ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ് എടുത്തിട്ടുള്ളത്.
ചിലർ 81 88 എനിക്ക് കൃത്യമായിട്ട് ഓർക്കുന്നില്ല. അപ്പോൾ അതൊക്കെ എടുക്കുന്നവരുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കൂൾ ഏതാ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മേടിക്കുക. ഞാനിപ്പോൾ ഇതാണ് എടുത്തിട്ടുള്ളത്. അതും ഞാൻ ഈ ഫസ്റ്റത്തെ സിബിൽ തന്നെയാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. നാളത്തേക്ക് ഇത് ഒരു ആവശ്യമില്ല, പക്ഷേ ആവശ്യം പറയുമ്പോൾ ഞാൻ അത് കൊണ്ടുപോയില്ല. ആവശ്യമില്ലാത്ത സമയത്ത് ഇത് എൻ്റെ ബാഗിലുണ്ടാവുന്ന സാധനമാണ്. അതുകൊണ്ട് ഞാൻ നേരത്തെ എടുത്തു വെച്ചതാണ്. നെക്സ്റ്റ് ഞാനിത് എടുത്തു വയ്ക്കാൻ മറന്നു കേട്ടോ. വൈറ്റ്നറാണ്. ഇതും നാളത്തേക്ക് വലിയ അത്യാവശ്യം വരില്ല. ഒന്നും അങ്ങനെ എടുക്കില്ല എന്നുണ്ടെങ്കിൽ, എടുക്കുന്നുണ്ടെങ്കിൽ അത്യാവശ്യം വരും. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് കറക്ഷൻ പെന്നിൻ്റെ ആവശ്യം വളരെ കൂടുതലാണ്. അതുകൊണ്ടിട്ടാണ് ഞാനിത് എടുത്തു വെച്ചത്. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു ഫസ്റ്റത്തെ സിബിൽ വെക്കാമെന്ന്. പിന്നെ എനിക്ക് എപ്പോഴും ആവശ്യം വരില്ലല്ലോ എന്ന് ഓർത്തിട്ട് നമ്മുടെ സെക്കൻഡ് സിബിലാട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ തന്നെയാണ് ഞാൻ ഹൈലൈറ്ററും വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അത്യാവശ്യമുള്ള സ്കൂളിലേക്കുള്ളതെല്ലാം ആയെന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് സ്റ്റിക്കി നോട്ട് അവിടെ നിന്ന് ചിരിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് നാളത്തേക്ക് ഇപ്പോൾ എടുത്ത് വെച്ചിരിക്കട്ടെ. ഇന്ന് ഞാൻ പാക്ക് ചെയ്യണേൽ ഇതൊന്നും വെച്ചിട്ടില്ല. അതൊക്കെ ഇനി വെക്കണം. അത് നമുക്ക് ആവശ്യം വരുമ്പോൾ മതിയല്ലോ. ഇപ്പോൾ എന്തായാലും ആവശ്യമില്ലാത്ത കാരണം ഞാൻ ആ പാക്കറ്റ് പൊട്ടിക്കാതെ അവിടെ തന്നെ വെച്ചു കേട്ടോ. കാരണം വെറുതെ ആ ബാഗിൽ വെച്ച് ഈ മഴക്കാലത്ത് കൊണ്ടുപോയത് നനച്ച് കളയണ്ട. വീട്ടിൽ വന്നിട്ട് നമുക്ക് നോട്ട്സ് പ്രിപ്പയർ ചെയ്തിട്ട് അതിൽ വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. ആൻഡ് ദ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഇതുപോലത്തെ ഒരു പൗച്ചാണ്. ലൈൻ ബസ്സിൽ പോകണ ഞങ്ങൾക്ക് ഇത് അത്യാവശ്യമാണ്. കാരണം ചില്ലറയും നോട്ടൊക്കെ ഇതിലിട്ടിട്ടാണ് ഞാൻ കൊണ്ടുപോകാറുള്ളത്. അപ്പോൾ ഞാൻ അതും ഈ ബാഗിൽ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ പൈസ ഇട്ടിട്ടില്ല, അത് നാളെ ഇടുള്ളൂ. ഇന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, പെട്ടെന്ന് നോക്കിയപ്പോൾ. ഇത് വേണമെങ്കിൽ ഇങ്ങനെ ഹാങ് ചെയ്തിട്ട് ഇടാം, പക്ഷേ ഞാനത് ഇട്ടിട്ടില്ല, പൈസ വയ്ക്കുന്നത് കാരണം കൊണ്ട്. എന്തിനാ വെറുതെ ഹാങ് ചെയ്യണത്? നമുക്കുള്ളിൽ ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ടുള്ള കള്ളികളുള്ളപ്പോൾ അതിനകത്ത് വെച്ച് കൊടുത്താൽ പോരെയെന്ന് വെച്ചിട്ട് ഞാൻ അതിൽ തന്നെ അത് എടുത്തു വെച്ചു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഫസ്റ്റത്തെ ഈ ഒരു സിബിനകത്ത് ഞാൻ വെക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇനിയും കാര്യങ്ങൾ വരുമോ എന്നുള്ളത് അറിയില്ല. ഇടയ്ക്കിടയ്ക്ക് ഞാനതെല്ലാം കഴിഞ്ഞു എന്ന് വെച്ചിട്ട് ഈ സിബ് ക്ലോസ് ചെയ്യും. പിന്നെയും വൈറ്റ്നർ അത് ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ വരും. ഇപ്പോൾ ഇതിപ്പോൾ വാട്ടർ ബോട്ടിലാണ്. അതൊക്കെ നാളെ വെക്കേണ്ടതാണ്. പക്ഷേ എന്നാലും ഞാൻ ഇന്ന് ജസ്റ്റ് അതിനകത്ത് എടുത്ത് വെച്ചു എന്നുള്ളൂ. ബാക്ക് പാക്കിംഗ് വീഡിയോ ആയതുകൊണ്ട് ലഞ്ച് ബോക്സ് ഒന്നും ഞാൻ എടുത്ത് വെച്ചിട്ടില്ല കേട്ടോ. അതൊക്കെ ഞാൻ നാളെ തന്നെ വെക്കുകയുള്ളൂ. അങ്ങനെ കണ്ണടച്ച് തുറക്കുമ്പോഴത്തേനും വെക്കേഷൻ കഴിഞ്ഞു. ഇതാ സ്കൂൾ വർക്കാനാണ് പോണത്. അതിൻ്റെയുള്ള ബാക്ക് പാക്കിംഗ് ആണ് ഞാൻ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നുള്ള ബോധം പോലും എനിക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഇതിപ്പോൾ ഞാൻ റഫ് ബുക്ക് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ, പക്ഷേ ആക്ച്വലി ഞാനത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതും കൂടെ ഞാൻ ഈ ബാഗിനകത്ത് എടുത്ത് വെച്ചു. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ബാക്ക് പാക്കിംഗ് വീഡിയോ. അങ്ങനെ ഇപ്പോൾ സ്കൂൾ പ്രിപ്പറേഷൻ വീഡിയോ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി കാണാം. പിന്നെ ഇന്ന് രാത്രി നമുക്ക് യൂണിഫോമൊക്കെ അയൺ ചെയ്ത് വെക്കാനുണ്ട്. അങ്ങനത്തെ 1-2 പണികൾ കൂടി ഇനി ബാക്കിയായിട്ടുണ്ട്. അപ്പോൾ അത്രയൊക്കെയുള്ളൂ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. പിന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെ താങ്ക്സ് ഫോർ വാച്ചിങ്.